മാതാക്കൾക്കും സന്തോഷകരമായ മാതൃദിനം ആശംസിക്കുന്നു. Praise God for the blessing of the mothers. മാതാക്കൾ എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. As somebody said, motherhood is the only job where you can be simultaneously underpaid and overworked. മാതൃത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് എപ്പോഴും അർഹിക്കുന്ന വിഹിതം ലഭിക്കാതെ പോകുന്നതും ആ നിലകളിൽ ആളുകൾ കാണുന്നത്. Overworked. കൂടുതൽ ജോലി ചെയ്യുകയും. Deeply loved but blamed for everything. അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ എപ്പോഴും കുറ്റം കേൾക്കേണ്ടി വരുന്നു. Hello. Not about you, right? How many of us this morning are thankful for our mothers, our own mothers or the mothers of our children? How many of us are thankful? നിങ്ങൾ എത്ര പേർ സന്തുഷ്ടരാണ് നമ്മളുടെ സ്വന്തം മാതാക്കളെ ഓർത്തും അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് മാതാക്കളായി തീർന്നവരെ ഓർത്തും സന്തോഷമുള്ളവർ? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. How enthusiastically we should praise the Lord for our mothers. നാം നമ്മുടെ മാതാക്കളെ ഓർത്ത് എത്ര ഉത്സാഹത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടവരാണ്. We usually ask the mothers to stand when we pray for them. നാം സാധാരണ അവർക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്താറുണ്ട്. But how many of us are willing to give a standing ovation to all the mothers who are here? ഹല്ലേലൂയ. How many of us are willing? Stand. എഴുന്നേറ്റ് നിന്ന് മാതാക്കളെ ബഹുമാനിപ്പാൻ. Hallelujah. ഹല്ലേലൂയ. All those who love their mothers. Hallelujah. All the mothers of their children. Hallelujah. ഹല്ലേലൂയ. This is telling them that we love them. Amen. Hallelujah. നാം ഇത് അറിയിക്കുന്നത് നാം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് നാം വിളിച്ചു പറയുകയാണ്. Amen. ഹല്ലേലൂയ. Former President Barack Obama said, മുൻ പ്രസിഡന്റ് ആയിരുന്ന ബരാക് ഒബാമ ഇപ്രകാരം പറഞ്ഞു, a good wife always forgives her husband. ഒരു നല്ല ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും ഭർത്താവിനോട് ക്ഷമിക്കുന്ന ഒരാളാണ്. When she is wrong. അവൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. തെറ്റ് അവിടെ ഭാഗത്താണെങ്കിൽ. You know what? A husband told his wife, ഒരു ഭർത്താവ് ഭാര്യയോട് പ്രകാരം പറഞ്ഞു, you should learn to embrace your mistake. നീ നിന്റെ തെറ്റുകളെ ആലിംഗനം ചെയ്യുവാൻ അല്ലെങ്കിൽ തിരിച്ചറിയുവാൻ കഴിയണം. She immediately hugged him. ആ വൈഫ് അത് കേട്ട ഉടനെ ഭർത്താവിനെ ആലിംഗനം ചെയ്തു. And I kind of receive that embrace every day from my wife. പാസ്റ്റർക്ക് അത് എല്ലാ ദിവസവും കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. You are also getting your. Yes. Somebody said position of a husband is like a split AC. ഒരു സ്പ്ലിറ്റ് എസിയുടെ ചുമതലയാണ് ഒരു ഭർത്താവിന് എന്ന് ഒരിക്കൽ പറയുകയുണ്ടായി. No matter how loud is the outdoor, he is designed to remain silent indoor. ഈ പുറവാതിൽ എത്ര ഇതാണെങ്കിലും അകത്ത് ശാന്തമായ ഇതിൽ കഴിയുക. Now over to the mothers and their importance. നാം അമ്മമാരോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രാധാന്യത്തിലേക്ക് തിരിയുകയാണ്. On a serious note, വളരെ ഗൗരവതരമായ ഒരു വിഷയമായിട്ട്. I can't remember my mother without my eyes getting welled up. എനിക്ക് എൻ്റെ മാതാവിനെ ഓർക്കുമ്പോൾ നല്ല സ്മരണകൾ മാത്രമാണുള്ളത്. The great sacrifices she made for me. മാതാവ് എനിക്ക് വേണ്ടി സമർപ്പിതമായ ജീവിതം നയിച്ചത് ഓർക്കുമ്പോൾ. The blessed model she presented and the depth of the prayers she prayed for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എൻ്റെ മുമ്പിൽ വളരെ മാതൃകയുള്ളതായ ജീവിതം നയിച്ചത്. As someone said, a mother could only be the only person who writes an autobiography of herself but never mentioning her name. ഒരു അമ്മ ഒരിക്കൽ ഒരാൾ പറയുകയുണ്ടായി, ഒരു അമ്മയ്ക്ക് മാത്രമേ ഒരു ഓട്ടോബയോഗ്രഫി എഴുതുവാൻ കഴിയുമ്പോൾ അതിൽ ഒരിടത്തും ആ അമ്മയുടെ പേര് പരാമർശിക്കുന്നേയില്ല. My mother went to be with the Lord some 13 years back. പാസ്റ്ററുടെ മാതാവ് 13 വർഷങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. But I still remember whenever I see the old picture.
my eyes get welled up. ഞാൻ അമ്മയുടെ പഴയ ചിത്രങ്ങൾ കാണുമ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എൻ്റെ നയനങ്ങൾ എപ്പോഴും ജലസാന്ദ്രമായി മാറും. Not because she was, a person of having great status in the society. സമൂഹത്തിൽ അറിയപ്പെടുകയോ അല്ലെങ്കിൽ ഉന്നതമായ പദവി വഹിച്ചു എന്നുള്ളതല്ല എൻ്റെ മാതാവിനുള്ള പ്രത്യേകത. But she is very fondly still remembered for the impact she made in our lives, in my life. എൻ്റെ ജീവിതത്തിലും ഞങ്ങൾ മക്കളുടെ ജീവിതത്തിൽ വളരെ വളരെ ശക്തമായ സ്വാധീനം മാതാവ് ചെലുത്തി എന്നുള്ളത് കൊണ്ടാണ്. I am sure this is the story that many of you would be able to say today. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് സമാനമായ കാര്യങ്ങൾ ഓർക്കുവാനുണ്ടാകും, സ്മരിക്കുവാനുണ്ടാകും. So let me ask the mothers today. ഞാൻ മാതാക്കളുള്ള ബന്ധത്തിൽ ചോദിക്കട്ടെ, what will you be remembered for after you are gone? ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഏത് നിലയിൽ അറിയപ്പെടുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? What will you be remembered for? നിങ്ങൾ എന്ത് നിലയിൽ സ്മരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു? For the delicious food, the dishes that you prepared for the children? നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത രുചികരമായ ഭക്ഷണത്തോടുള്ള ബന്ധത്തിലാണോ? The education that you gave to your children? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിയ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലാണോ? The financial sacrifices you made for the children? സാമ്പത്തികമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിതമായ ഒരു ഔദാര്യം കാണിച്ചതുകൊണ്ടാണോ? The hours of hard work that you had put in? നിങ്ങൾ കഠിനമായി അധ്വാനിച്ചതുകൊണ്ടാണോ? Do you have a more important reason? അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾക്കുണ്ടാകണം. These are all very important. I acknowledge the fact. ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, ഞാനത് സമ്മതിക്കുന്നു. Do you have a more important reason? അതിനേക്കാൾ വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം ഉണ്ടായിരിക്കണം. Investing into the eternity of your children. നിത്യതയോടുള്ള ബന്ധത്തിൽ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പാകുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. Even if you do everything else for your children. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും, however much you work hard, accumulate money, give them education, sacrificially do everything for them. നിങ്ങൾ കഠിനമായി ജോലി ചെയ്യുകയും നിങ്ങൾ അവർക്ക് വേണ്ടി പണം മുടക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും കഠിനമായ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്താലും, if you don't invest into their eternity, I think you will be a loser. നിങ്ങൾ നിത്യതയെക്കുറിച്ചുള്ളതായ ആഗ്രഹം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. We always talk about the tenderness of the mothers, right? മാതാക്കളുടെ ആർദ്രത എന്ന് പറയുന്നത് നാം കൂടെ ഓർക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യമാണ്. But what about the courage to be a mother? ഒരു അമ്മയുടെ ധൈര്യം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്ത് പറയുവാനുണ്ട്? We very seldom hear about the courage of mothers. നാം അമ്മമാരുടെ ധൈര്യം എന്നുള്ള വിഷയമാണ് നാം ചിന്തിക്കുമ്പോൾ, and we should always remember that motherhood requires brave hearts. ഒരു മാതൃത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഹൃദയം എന്ന് പറയുന്നത് ധൈര്യമുള്ളതായ ഒരു ഹൃദയത്തിന്റെ ഉടമ കൂടിയാണ്. Motherhood requires steady faith and sacrificial love. ആ മാതൃത്വം എന്ന് പറയുന്നതിൽ സമർപ്പിതമായ സ്നേഹവും അതുപോലെ തന്നെ അതിൻ്റെതായ ധൈര്യവും എല്ലാം അടങ്ങിയിരിക്കുന്നു. Mother should be brave along with being beautiful. മാതാവ് സൗന്ദര്യവതിയായിരിക്കുമ്പോൾ തന്നെ ധൈര്യമുള്ളവൾ കൂടിയായിരിക്കണം. That's why somebody said marriage is a beautiful forest. ഒരിക്കൽ ഒരാൾ പറയുകയുണ്ടായി, വിവാഹം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു വനമാണ്. Where brave lions are killed by beautiful deers. വളരെ നല്ല മാനിനെ കൊല്ലുന്ന സിംഹങ്ങൾ ഉള്ളതാണ് ഈ വനം. തിരിച്ച brave lions are killed by beautiful deers. വളരെ ശക്തരായ സിംഹങ്ങളെ കൊല്ലുന്ന മാനുകൾ ഉള്ളതാണ് ഈ വനം. So women, mothers are supposed to be brave. അമ്മമാർ അവർ ധൈര്യമുള്ളവരായിരിക്കണം. I just want to share the example of such a person from the scripture with all of you. ഇതിനോട് ബന്ധപ്പെട്ട് വേദപുസ്തകത്തിൽ നിന്ന് ഒരു കഥാപാത്രത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. From the second book of the Bible, the book of Exodus chapter 2, verses 1 to 10, but we don't have time to read all these verses at a stretch, but we will read them as we come to them. ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിലെ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളുടെ ചിന്താ വിഷയം. എന്നാൽ സമയത്തിന്റെ കുറവുകൊണ്ട് നാം അത് മുഴുവനായും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. And it is mentioned about a woman by name Jochebed.
യോഖേബേദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും. who became the mother of Moses. മോശയുടെ മാതാവ് എന്നുള്ള നിലയിലാണ് യോഖേബേദ് അറിയപ്പെടുന്നത്. Verses 1, 2 and 3, now a man from the house of Levi went and married a daughter of Levi. Verse 1. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. The woman conceived and bore a son, when she saw that he was beautiful, she hid him for 3 months. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. Now, Jochebed was a woman who was courageous enough to protect a child in the face of the greatest danger that was there. വളരെ വളരെ കഠിനമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്ന, വളരെ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു സമയത്ത് തനിക്കുണ്ടായ കുഞ്ഞിനെ ധൈര്യത്തോടെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് ഈ യോഖേബേദിനെ ഇവിടെ നാം കാണുന്നത്. The Pharaoh, the very cruel Pharaoh who was reigning at that time, had given a command that all Hebrew baby boys should be killed. അന്ന് നാടുവാണുകൊണ്ടിരുന്നതായ ക്രൂരനായ ഫറവോൻ ഇസ്രായേലിന്റെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണം, എബ്രായരുടെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലണമെന്നുള്ളതായ കൽപ്പന പുറപ്പെടുവിച്ച സമയമാണ്. And those who of course violate, disobey the command of the king would definitely be put to death. അവിടെ രാജാവിന്റെ കൽപ്പന ലംഘിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചയമായും മരണശിക്ഷയ്ക്ക് യോഗ്യതയാണ്. Yet Jochebed refused to let fear win. ഇവിടെ യോഖേബേദ് ഈ രാജാവിന്റെ ഈ കൽപ്പനയെ അല്പം പോലും ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. We read here that she hid him for 3 months. ഇവിടെ നാം വായിക്കുന്നു 3 മാസം ഈ യോഖേബേദ് ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. So much of risk was involved, right? അതിലെ ഒരുപാട് റിസ്ക് അതിൽ അടങ്ങിയിട്ടുണ്ട്. What if the neighbors hear the cry of the newborn baby? ഈ കുഞ്ഞിന്റെ കരച്ചില് അയൽക്കാർ കേട്ടാൽ എന്ത് സംഭവിക്കും? What about people who would come and visit them and see the baby being kept and hidden there? ഇവിടെ ഈ വീട്ടിലേക്ക് ആരെങ്കിലും സന്ദർശകരായി വരുമ്പോൾ വളരെ രഹസ്യമായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ അവർക്ക് എന്ത് തോന്നും? What if the news is reported to the king? അങ്ങനെ അപ്പോൾ ആ വാർത്ത രാജാവിന്റെ സന്നിധിയിൽ എത്തിയാൽ എന്ത് സംഭവിക്കും? She will be put to death, or the parents would be put to death. ഇവിടെ മരണം കുഞ്ഞിനെ സംഭവിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മരണം സംഭവിക്കാം, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. But in the midst of this great fear and danger involved, she decided to keep the baby in hiding. ഈ കഠിനമായ വെല്ലുവിളികള്, ഈ കഠിനമായ കൽപ്പനകള് നിലവിലിരിക്കുമ്പോൾ ധൈര്യത്തോടുകൂടെ ഈ സ്ത്രീയെ ഈ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ്. I want to tell all the mothers who are here, ഞാൻ ഇവിടെയുള്ള എല്ലാ മാതാക്കളോടും പറയുകയാണ്, you have a great responsibility to protect your children നിങ്ങൾക്ക് വളരെ വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനോടുള്ള against all the onslaughts of the evil one. ഇവിടെ മ്ലേച്ഛതയുടേതായ അല്ലെങ്കിൽ പാപത്തിൻ്റെതായ പകല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന്റെ നടുവിൽ കുഞ്ഞിനെ പ്രൊട്ടക്റ്റീവാണ് ചുമതല നിങ്ങൾക്കുള്ളതാണ്. When the devil comes to attack your children, mothers, you have this great responsibility. പിശാച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ പരീക്ഷിക്കുവാൻ ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നടുവിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല മാതാക്കളെ നിങ്ങൾക്കുള്ളതാണ്. To hide them, to protect them. അവരെ സംരക്ഷിക്കുവാൻ, അവരെ ഒളിപ്പിച്ചു വെക്കുവാൻ. Hallelujah. Hallelujah. The devil is always on the prowl to attack and destroy your children. പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അലറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുവാൻ, നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. Mothers, I want to ask you today, ഞാൻ മാതാക്കളെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, how much are you protecting your children? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം സംരക്ഷിക്കുന്നുണ്ട്? How much are you protecting your children from against materialism? ആ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് നാം സംരക്ഷിക്കുന്ന കാര്യം, against the love of the world, ലോകത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നാം സംരക്ഷിക്കുന്നത്, against the uncritical acceptance of everything that is happening, trending in the world, as we say. ലോകത്തിലെ അതാത് സമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം മറിച്ചിലുകൾ ആ വക വിഷയങ്ങളിലേക്ക് എഴുതി പോകാതിരിക്കുവാൻ. Let your presence, let your efforts be always to protect your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ എല്ലാ സമയത്തും നിങ്ങൾ ജാഗരൂകരായിരിക്കണം. We read there that she not only hid him for 3 months. നാം ഇവിടെ വായിക്കുന്നു 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്ന് മാത്രമല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. Verse 3 we read, but when she could hide him no longer, she got him a wicker basket and covered it over with tar and pitch. Then she put the child into it and set it among the reeds by the bank of the Nile.
അവനെ പിന്നെ ഒളിപ്പിച്ചു വയ്ക്കുവാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. Until now, she was trying to protect the baby. ഇതുവരെയും ഈ കുഞ്ഞിനെ ഇവൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. Until now, she was trying to hide the baby in the house. ഈ വീടിന്റെ ഉള്ളിൽ ഈ കുഞ്ഞിനെ അവൾ സംരക്ഷിക്കുകയായിരുന്നു. But it is written, when she could do that no more, ഇവിടെ നാം കാണുന്നു അത് ചെയ്യാൻ കഴിയാതെ വന്നു എന്നുള്ളതാണ്. she prepared a basket അവൾ അവിടെ ഒരു കുട്ട ഉണ്ടാക്കുകയാണ്. and placed the baby in that basket, ആ പെട്ടകത്തിലേക്ക് ആ കുഞ്ഞിനെ കിടത്തുകയാണ്. covered it with pitch and tar. The basket with pitch and tar. ആ ബാസ്ക്കറ്റ് പശയും കീലും തേച്ച് ഭദ്രമാക്കി. And entrusting the baby into the hands of the Lord. അവൾ വിശ്വാസത്തോടുകൂടെ ദൈവത്തിലുള്ള ആശ്രയബോധത്തോടുകൂടെ ആ കുഞ്ഞിനെ ഈ ഞാങ്ങണപ്പെട്ടകത്തിലേക്ക് കിടത്തുകയാണ്. Of course she prepared a basket. അവൾ നിശ്ചയമായും ഒരു പെട്ടകം ഉണ്ടാക്കി, ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി. But along with that she was entrusting the baby into the hands of God. അവൾ അത് ചെയ്യുമ്പോൾ തന്നെ അവൾ ദൈവത്തിലുള്ള ആശ്രയം കൂടെ അവിടെ സമർപ്പിക്കുകയാണ്. Even when she was placing the baby in the basket and allowing the baby to flow in the river Nile. ഇവിടെ ഈ കുഞ്ഞിനെ ഈ ഞാങ്ങണപ്പെട്ടകത്തിൽ കിടത്തി നൈൽ നദിയിലേക്ക് അത് ഒഴുകി പോകുന്ന സാഹചര്യം ഉള്ളപ്പോഴും ദൈവത്തിലുള്ള ആശ്രയം അവൾ വിടുന്നില്ല. Maybe it must have broken her heart. അവളുടെ ഹൃദയം തകർന്ന സാഹചര്യമായിരിക്കാം ഇവിടെ ഉള്ളത്. Maybe she was whispering prayers or crying out to the Lord all the way. അവള് ആത്മദമനം ചെയ്യുന്നുണ്ടാകാം. ഈ കാര്യങ്ങളിലേക്ക് അവൾ വരുമ്പോൾ, ആ കുഞ്ഞുമായി വരുമ്പോൾ അവൾ കരയുന്നുണ്ടാകാം. Which mother could do this without tears, right? ഒരു കണ്ണുനീരില്ലാതെ ഏതൊരു അമ്മയ്ക്കാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുവാൻ? Maybe she was telling the Lord, അവൾ ആ കർത്താവിനോട് ദൈവത്തോട് ഇങ്ങനെ പറയുന്നുണ്ടാകും, Lord, I did all that I could. ദൈവമേ, എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. Now I entrust him, this baby, into your hands. ഇപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. However much you try, mothers, there is only a certain limit to which you can go. പ്രിയ മാതാക്കളെ, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എത്രമാത്രം സംരക്ഷിച്ചാലും ഒരു സ്റ്റേജിലേക്ക് നാം എത്തുമ്പോൾ നമുക്ക് അവരെ വിട്ടുകൊടുത്തേ മതിയാവും. We will come to a place when we see that we are helpless anymore. നാം ആ ഒരു സാഹചര്യത്തിൽ ഹെൽപ്ലെസ്, നമുക്ക് സഹായിപ്പാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് നാം ചിലപ്പോൾ എത്തിയെന്ന് വന്നേക്കാം. But then we see there is a rock that is higher than I. അവിടെ നാം മനസ്സിലാക്കണം, നമ്മളെക്കാൾ ശക്തനായ ഒരുവൻ കരുതുവാനുണ്ട്, ദൈവം കരുതുവാനുണ്ട് എന്ന് മനസ്സിലാക്കണം. Of course we have to do our part. നാം നമ്മുടെ ഭാഗം നിശ്ചയമായും ചെയ്യണം. But on the other side we can also trust the Lord. Amen. എന്നാൽ മറു സൈഡിൽ നാം ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയണം. There may be places where you have to cover the children. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കവർ ചെയ്യേണ്ടതായ സാഹചര്യങ്ങളുണ്ട്, നാം ചെയ്യേണ്ടതാണ്. But there are also places where you totally trust on the Lord. എന്നാൽ അതേപോലെ തന്നെ ചില സമയങ്ങൾ വന്നുകൂടും പൂർണ്ണമായും നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ. Cover the babies, cover the children under the blood of Jesus. നാം കുഞ്ഞുങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വലയത്തിൽ സൂക്ഷിക്കുക, സംരക്ഷിക്കുക. As you begin every day, cover your children by the blood of Jesus. ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്തവളപ്പിൽ, കർത്താവിന്റെ രക്തത്തിന്റെ വളപ്പിൽ നാം സൂക്ഷിക്കേണ്ടതാണ്. Put the seal of the blood of Jesus upon every one of them. ആ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെ മേലും കർത്താവ് യേശുക്രിസ്തുവിന്റെ മുദ്ര അവരുടെ മേൽ ഉണ്ടായിരിക്കേണ്ടതാണ്. I challenge you more than anything else, begin your day like that. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഓരോ ദിവസവും നാം ആരംഭിക്കേണ്ടത് ഈ നിലയിലായിരിക്കണം. Because there is a limit to what you can do. നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിമിതിയുണ്ട്. But the blood of Jesus, യേശുവിന്റെ രക്തത്തിന്, the shadow of the Almighty, അത്യുന്നതന്റെ നിഴലിന്, the power of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് can do everything for them. അവർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ കഴിയും. Hallelujah. Hallelujah. Protecting our children also means making the best use of our opportunities. നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ സാഹചര്യങ്ങളും എല്ലാ അവസരങ്ങളും ഏറ്റവും നന്നായി വിനിയോഗിക്കുക എന്ന് കൂടിയാണ്. Don't ever forget to build their lives by all possible means, by all the opportunities that you receive in your family. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും
നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പുരോഗതി വളർച്ചയിൽ നാം ഉപയോഗിക്കുകയാണ്. How much it will build up our children if we avoid all the gossips and talking about each other, ill of each other, and start building the lies, building faith in the lives of our children in our families. നാം വിശ്വാസത്തിൽ ദൃഢമായിട്ട് നിന്നുകൊണ്ട് പരദൂഷണവും മറ്റു കാര്യങ്ങളും മറ്റു നിലയിലുള്ള ടോക്ക് എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ ജീവിതത്തില് എത്രമാത്രം സ്വാധീനം അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിന്. What do we discuss about in our families when we sit for prayer or before that during dinner or casual times? നമ്മളുടെ സമയങ്ങളില് ഭക്ഷണത്തിന് മുമ്പോ പ്രാർത്ഥനയ്ക്ക് മുമ്പോ ഒക്കെയുള്ള നമ്മുടെ വീട്ടിലെ സംസാരത്തിൽ നാം എന്താണ് കൂടുതൽ സംസാരിക്കുന്നത്? Try building faith in the lives of the children. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസം വളർത്തിയെടുക്കുവാനായിട്ട് നാം ഉത്സാഹിക്കണം. Don't ever utter a word that would affect their faith. അവരുടെ വിശ്വാസത്തെ ബാധിക്കുന്നതായ ഒരു കാര്യവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് പറയരുത്. Always try to build up. അവരെ ബിൽഡപ്പ് ചെയ്യുന്ന നിലയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിലുള്ള സംസാരം നാം use every opportunity. അതിനുള്ള എല്ലാ അവസരങ്ങളും നാം വിനിയോഗിക്കണം. Hallelujah. Bring scripture into the lives of the children. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുവാൻ നമുക്ക് കഴിയണം. It has so much power. അതിന് വചനത്തിന് വലിയ ശക്തിയുണ്ട്. There are mothers who must have, read the word of God, very important verses to the babies while they were in the womb. ഒരു ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ ഒരു മാതാവ് വായിക്കുന്ന ദൈവവചനത്തിലെ വാക്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ആ ഉള്ളിലുള്ള കുഞ്ഞിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തിയുള്ളതാണ്. No, there are mothers who consciously, deliberately read it to them while the babies are in the womb. ആ കുഞ്ഞ് ഗർഭസ്ഥ അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ ദൈവവചനം വായിക്കുന്നതിന്റെ പ്രയോജനം ആ ഉള്ളിലുള്ള കുഞ്ഞിന് കൂടെ ലഭിക്കുകയാണ്. Hallelujah. Hallelujah. And this does miracles. അത് അത്ഭുതങ്ങൾ ചെയ്യാൻ പര്യാപ്തമാണ്. Build faith in every given opportunity. നമുക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും കുഞ്ഞുങ്ങളിൽ വിശ്വാസം ആർജിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ അവരിൽ വിശ്വാസം വളർത്തിയെടുക്കുവാൻ നാം ശ്രമിക്കണം. So that they will not start questioning faith and the Bible, the word of God. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും അവർ വിശ്വാസ സംബന്ധമായിട്ട് ചോദിക്കുകയില്ല. വേദപുസ്തകത്തിൽ അവർക്ക് അവിശ്വാസം ഉണ്ടാവുകയില്ല. ദൈവവചനത്തോട് അവർ ചേർന്ന് പോകും. Use every given opportunity. നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ആ നിലയിൽ നിങ്ങൾ build ഉപയോഗിക്കുക. faith in the lives of children. ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുക. So what do courageous mothers do? ഒരു ധൈര്യമുള്ള അമ്മ എന്താണ് ചെയ്യുന്നത്? Courageous mothers hide their children from the enemy. ശത്രുവിൽ നിന്ന് ധൈര്യമുള്ള ഒരു അമ്മ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു. Courageous mothers entrust their children into the hands of God. ശക്തിയുള്ളതായ ധൈര്യമുള്ളതായ മാതാവ് ദൈവത്തിന്റെ കരുതലിനായി ആശ്രയിക്കുന്നു. Courageous mothers make use of every given opportunity to build faith in the lives of children. ധൈര്യമുള്ള ഒരു മാതാവ് കുഞ്ഞിന്റെ ജീവിതത്തില് വിശ്വാസം വളർത്തിയെടുക്കുവാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുന്നു. As a mother, are you navigating through difficult times? ഒരു അമ്മ എന്ന നിലയിൽ ഈ കഠിനമായ സാഹചര്യങ്ങളിൽ നാവിഗേറ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാം. Are you in that kind of a condition? നിങ്ങൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണോ? Are you a person living with regrets? നിങ്ങൾ ദുഃഖം ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ? About the past that you have lost? കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടു പോയ സമയമോർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടോ? Do not worry. അതിനെക്കുറിച്ച് ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. We all make mistakes. നമ്മളെല്ലാവരും തെറ്റ് ചെയ്തവരാണ്. But the Lord still can redeem them, bless them. എന്നാൽ ഇപ്പോഴും നമ്മുടെ കർത്താവിന് അവരെ വീണ്ടെടുക്കുവാൻ കഴിയും, അവരെ അനുഗ്രഹിക്കുവാൻ കഴിയും. Our God is someone who can bring life out of even the broken conditions. ആ തകർന്ന സാഹചര്യത്തിൽ നിന്ന് ജീവൻ നൽകുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. Tell to the Lord this morning. ഇന്ന് പകൽക്കാലം രാവിലെ സമയം ദൈവത്തോട് പറയുക. All the mothers, tell the Lord this morning. എല്ലാ മാതാക്കളും ദൈവത്തോട് ഈ സമയം പറയുക. I will build faith in the lives of my children. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരിൽ ഉള്ളിൽ വിശ്വാസം വളർത്തുവാൻ ഞാൻ ശ്രമിക്കും. By every opportunity that I receive. ലഭിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവരുടെ ഉള്ളിൽ വിശ്വാസം I will try to build faith in their lives. ഞാൻ പരിശ്രമിക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വളർത്തിയെടുക്കുവാൻ. I will not say or do anything
that will affect their faith adversely. എന്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിന് വിപരീത ദിശയിലേക്ക് പോകുന്ന ഒരു കാര്യം പോലും, ഒരു വാക്ക് പോലും ഞാൻ അവരോട് പറയുകയില്ല. Very important part of this message. Courageous mothers are also ready to release their children. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധൈര്യമുള്ള ഒരു മാതാവ് ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കുവാനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. That is what we see from verses 3 onward. ആ മൂന്നാം വാക്യം മുതൽ നാം അതാണ് കാണുന്നത്. When she could no longer hide the child, ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം, put him in a basket and covered it with pitch and tar and everything and allow that basket to flow in the river Nile. ആ കീലും പശയും എല്ലാം തേച്ച് ഈ പെട്ടകം ഭദ്രമാക്കിയതിനു ശേഷം നദിയിലേക്ക് ഒഴുകാനുള്ള സാഹചര്യത്തിൽ വെക്കുകയാണ്. Never knew what was going to happen in the future, right? ഈ കുഞ്ഞിന് ഭാവി എന്താവും, ഭാവിയിൽ എന്ത് സംഭവിക്കും, ഇതൊന്നും ഇത് ചെയ്യുമ്പോൾ ഈ മാതാവിന് അറിഞ്ഞുകൂടാ. The future was so unknown. ഈ ഭാവി അറിയപ്പെടാത്ത സാഹചര്യത്തിൽ ഇവിടെ കാണുകയാണ്. Some of us are like that. നമ്മളിൽ ചിലർ അങ്ങനെയാണ്. When we think about our children, their future is so unknown. നമ്മളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവരുടെ ഭാവിയെ കുറിച്ച് നമുക്ക് യാതൊരു ഊഹവുമില്ല. Unknown always threatens us. ആ അറിയപ്പെടാത്ത അല്ലെങ്കിൽ അനിശ്ചിത അവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Because there are new challenges in the unknown. അറിയപ്പെടാത്ത സാഹചര്യം എന്ന് പറയുന്നത് പുതിയ പുതിയ വെല്ലുവിളികൾ അവിടെ സൃഷ്ടിക്കുകയാണ്. And there are new requirements in the unknown. പുതിയ പുതിയ ആവശ്യങ്ങൾ അവിടെ ഉടലെടുത്തു വരികയാണ്. But a courageous mother knows the fact. എന്നാൽ ഒരു ധൈര്യവതിയായ അമ്മ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. That I can trust God with the future of my child. എൻ്റെ കുഞ്ഞിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ പൂർണ്ണമായും എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാമെന്ന് ഈ ധൈര്യവതിയായ മാതാവ് മനസ്സിലാക്കുന്നു. How many of us are confident of that? നിങ്ങൾ എത്ര പേര് ഈ വിഷയത്തിൽ ഉറപ്പുള്ളവരാണ്? I can trust God with the future of my children. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ എനിക്ക് കഴിയും. If you believe that, raise your hand and say hallelujah. നിങ്ങൾ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. I can trust God with the future of my children. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിൽ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുവാൻ എനിക്ക് കഴിയും. Who am I? I don't know about tomorrows. ഞാൻ ആരാണ്? നാളെയെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. How can I work out all the details for my children? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് എങ്ങനെയാണ് പ്രവർത്തിയിൽ കൊണ്ടുവരാൻ കഴിയുക? But I know a God who knows all the details. എന്നാൽ എല്ലാം വിശദമായി അറിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. That is what she did. അതാണ് ഇവിടെ ഈ യോഖേബേദ് ചെയ്യുന്നത്. She surrendered her child to God's care. അവൾ ദൈവത്തിന്റെ കരുതലിനായി ആ കുഞ്ഞിനെ സമർപ്പിക്കുകയാണ്. And you know what happens when you surrender your children and their future into the hands of the Lord? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുകയും അവരുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Oh, God comes down. അവിടെ ദൈവം ഇറങ്ങി വരികയാണ്. God does miracles. അവിടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. God orchestrated a miraculous intervention for Moses. അവിടെ അത്ഭുതകരമായ രീതിയിൽ ദൈവത്തിന്റെ ഇടപെടൽ മോശയോടുള്ള ബന്ധത്തിൽ നാം കാണുകയാണ്. Not by any ordinary person. അവിടെ ഒരു സാധാരണ വ്യക്തിയോടുള്ള പോലെയല്ല നാം കാണുന്നത്. But by the daughter of Pharaoh. അവിടെ ഫറവോന്റെ മകൾ അവിടെ വരികയാണ്. The daughter of Pharaoh herself comes and rescues this child. ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത് ഫറവോന്റെ മകൾ തന്നെയാണ്. Can we imagine? നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? After we have done everything that was possible. നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു എന്ന് പറയുന്നത് സത്യമാണ്. After we have done everything possible. നമുക്ക് ചെയ്യാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമായിട്ട് സംഭവിച്ചൊന്നും വന്നേക്കാം. We entrust our children into the hands of the Lord. നാം കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുകയാണ്. And the Lord will never fail us. ദൈവം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. How many of us are confident of that? നിങ്ങൾ എത്ര പേർക്ക് അതിൽ ഉറപ്പുണ്ട്? Even today we sang that beautiful chorus, right? നാം ഇന്ന് വളരെ മനോഹരമായ ഗാനം പാടിയവരാണ്. He will never fail us. ദൈവം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. I might fail. ഞാൻ പരാജയപ്പെട്ടു എന്ന് വന്നേക്കാം. Because my hands are weak.
എന്റെ കരങ്ങൾ ബലഹീനമാണ്. Mothers are weak, അമ്മമാർ ബലഹീനരാണ്. but God is never weak. എന്നാൽ ദൈവം ഒരിക്കലും ബലഹീനനല്ല. We serve an almighty God. നമ്മൾ സർവശക്തനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. We can release them into the hands of the Lord. നമ്മുടെ വിഷയങ്ങളെല്ലാം ആ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാം. And we can tell him, Lord, here is my child, here are my children. ദൈവത്തോട് നമുക്ക് പറയാം, ഇതാ ദൈവമേ അങ്ങ് തന്ന കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ. I did all that I could for them. I did all that I could for them. എനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു. I prayed for them, I worked for them, I helped them, I supported them. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ അവർക്ക് വേണ്ടി അധ്വാനിച്ചു, ഞാൻ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു, അവർക്ക് പിന്തുണ നൽകി. I tried to generate faith in them. ഞാൻ അവരുടെ ഉള്ളിൽ വിശ്വാസം വളർത്തിയെടുക്കുവാൻ ശ്രമിച്ചു. That's all what I could. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രമാണ്. The rest is in your hand. എന്നാൽ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. Release them into your hands. നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. How many of us can say with surety, my children are safe in the hands of the Lord? നമ്മളിൽ എത്ര പേർക്ക് ഉറപ്പായി പറയാൻ കഴിയും, എന്റെ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമാണ്? With all the questions that are coming into your mind, നമ്മുടെ മനസ്സിൽ വരുന്ന സകല ചോദ്യശരങ്ങളുടെയും മുമ്പിൽ say this to yourself. നമുക്ക് നമ്മോട് തന്നെ പറയാൻ, my children are safe in the hands of the Lord. എന്റെ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമാണ്. And I release them into the hands of the Lord. ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്റെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കുന്നു. Hallelujah. 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 Problem is, several mothers, of course, they are wonderful people. They do everything for their children, but they are not willing to let them go. നമ്മുടെ മാതാക്കൾ വളരെ വളരെ സ്നേഹമുള്ളവരാണ്, വളരെ വളരെ കരുതലുള്ളവരാണ്. എന്നാൽ അവരെ വിട്ടുകൊടുക്കുവാൻ പലപ്പോഴും മാതാക്കൾക്ക് കഴിയുന്നില്ല. There comes a time when every mother has to let them go. എല്ലാ മാതാക്കളെ സംബന്ധിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കേണ്ട, റിലീസ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലെത്തും. Not when they are teenagers or small children, അവർ കൊച്ചു കുഞ്ഞുങ്ങളോ ടീനേജേഴ്സോ ആയിരിക്കുമ്പോഴല്ല, but after they have grown. അവർ വളർന്നു കഴിയുമ്പോൾ release them. അവരെ വിട്ടുകൊടുക്കുവാൻ കഴിയണം. To grow further in the hands of the Lord. അവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം. Sometimes it is heartbreaking, right? ചില സമയങ്ങളിൽ അത് വളരെ ഹൃദയഭേദകമായ അനുഭവങ്ങളായിരിക്കാം. On the first day of their school, it breaks your heart. ആദ്യമത്തെ സ്കൂളിലേക്ക് പോകുന്ന ദിവസം ഹൃദയത്തിൽ ചിലപ്പോൾ തകർച്ച ഉണ്ടായേക്കാം. When you send your child off to the college, it breaks your heart. കുഞ്ഞ് കോളേജിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് ഹൃദയവേദന ഉണ്ടാക്കുന്നതാണ്. Oh, seeing your child walking into adulthood, it breaks your heart. ആ കുഞ്ഞ് ഒരു അല്പം കൂടെ പ്രായപൂർത്തിയുള്ള അവസ്ഥയിലേക്ക് വരുന്നത് നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നതാണ്. Oh, sometimes you even wish, even though you don't say it outside, if only my child never grew up like this. ചിലപ്പോഴേ നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ തോന്നും, എന്റെ കുഞ്ഞ് ഇതുപോലെ വളരെ കുഞ്ഞ് ശൈശവാവസ്ഥയിൽ തന്നെ always remained as a baby for me. എപ്പോഴും ഒരു ശിശുവായിട്ട് എന്റെ കുഞ്ഞായിരുന്നെങ്കിൽ എന്നുള്ളതായ ആഗ്രഹം. Such a big threat, especially when children get married. കുഞ്ഞുങ്ങൾ വിവാഹിതരായി കഴിയുമ്പോൾ ആ സാഹചര്യം. And when your house becomes an empty nest. നമ്മുടെ വീട് ശൂന്യമായി തീരുന്ന സാഹചര്യം. Very difficult to take it, right? അത് വളരെ ബുദ്ധിമുട്ടാണ് അത് ഏറ്റെടുക്കുവാൻ. I would say, release them into the hands of the Lord. എനിക്ക് അതിനോട് ചേർന്നും പറയുവാനുള്ളത്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. Because there comes a time when you have to let them go. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങൾ വന്നുകൂടും, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ. Maybe the Lord was telling Jochebed. ഇവിടെ യോഖേബേദിനോട് ദൈവം ഇത് പറയുന്നു. ഒരുപക്ഷേ പറയായിരിക്കും. Maybe he was telling Jochebed. ഇവിടെ ഒരുപക്ഷെങ്കിൽ യോഖേബേദിനോട് ദൈവം പറയുകയാണ്, Jochebed, you may release Moses into the river. യോഖേബേദേ, നിന്റെ കുഞ്ഞിനെ ആ നദിയിലേക്ക് തന്നെ വിട്ടാരെ. But remember, I hold the river. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈ നദിയെ നിയന്ത്രിക്കുന്നത് എന്റെ കരങ്ങളാണ്. Hallelujah. Hallelujah. To any situation when our children go, നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും always remember, God is in control. എപ്പോഴും ഓർക്കുക, ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. If you have shown good model to our children,
നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്നെങ്കിൽ, if you have prayed for them, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, if you have done all that you could do for them, നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്താലും never worry. ആകുലപ്പെടണ്ട. Release them into the hands of the Lord. അവരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. And the Lord you will hear the Lord saying to you, അപ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കും. I am in control, child, my daughter. മകളെ, ഞാനാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. I am in control. ഞാനാണ് നിയന്ത്രിക്കുന്നത്. I know their future. അവരുടെ ഭാവിയെ കുറിച്ച് എനിക്കറിയാം. And I have made provisions for them. ഞാൻ അവർക്ക് ആവശ്യമായതെല്ലാം കരുതുന്ന ദൈവമാണ്. Hallelujah. Hallelujah. Let me conclude very quickly. ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കുകയാണ്. A courageous mother impacts future generations. ഒരു ധൈര്യവതിയായ അമ്മ എന്ന് പറയുന്നത് ഭാവി തലമുറയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരാളാണ്. A courageous mother, a godly mother cannot simply affect their todays and tomorrows. ഒരു ധൈര്യവതിയായ മാതാവ് എന്ന് പറയുന്നത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഒന്നുകൊണ്ട് തീരുന്നതല്ല, അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നതല്ല. But a courageous mother always thinks about the eternity and the investments that they are making in the lives of the children. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തില് നിത്യതയോടുള്ള ബന്ധത്തില് എന്താണ് നട്ടു വളർത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈ മാതാവ് ബോധവതിയാണ്. You must have heard the name of Susanna. സൂസന്നയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. The mother of John Wesley. ജോൺ വെസ്ലിയുടെ മാതാവ്. Several children to take care of. ആ അനേക കുഞ്ഞുങ്ങളെ പരിപാലിക്കേണ്ട ചുമതല ഈ മാതാവിനുണ്ടായിരുന്നു. And she never allowed them to go to the school. She was doing homeschooling for them. അവരെ ഒരിക്കലും സ്കൂളിലേക്ക് വിട്ടില്ല. ഈ സൂസന്ന വെസ്ലി കുഞ്ഞുങ്ങളെ എല്ലാം ഭവനത്തിൽ പഠിപ്പിക്കാൻ ഹോം സ്കൂളിംഗ് ആയിരുന്നു. More than teaching all the courses. ഈ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നതിനപ്പുറം She was teaching the fear of God. അവരിൽ ദൈവ ഭയം ഈ സ്ത്രീ വളർത്തിയെടുത്തു. Two brothers grew up really knowing God and reverencing God. ആ രണ്ട് മക്കള് ദൈവത്തെ വളരെ അടുത്തറിയുന്നവരായി, ദൈവത്തെ വളരെ ഭയപ്പെടുന്നവരായി, ദൈവത്തിൽ പ്രയോജനപ്പെടുന്നവരായി. Charles Finney and Charles Wesley. ചാൾസ് ഫിന്നിയും ചാൾസ് വെസ്ലിയും ആ നിലയിൽ അറിയപ്പെടുന്നവരാണ്. Both became preachers of the gospel. അവർ രണ്ടുപേരും സുവിശേഷത്തിന്റെ പ്രഭാഷകന്മാരായി മാറി. The England was becoming a place ready for a bloody revolution. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ വലിയ രക്തരൂക്ഷിതമായ വിപ്ലവം നടക്കുന്ന സമയമാണ്. നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. Like as it happened in France. അവിടെ ഫ്രാൻസിൽ നടന്നതുപോലെ. So people thought that the same thing would happen in England also. ഇംഗ്ലണ്ടിലും ഇത് തന്നെ നടക്കാൻ പോകുന്നു എന്ന് ആളുകൾ വിചാരിച്ചു. But there were two brothers walking across UK. എന്നാൽ ഈ രണ്ട് സഹോദരന്മാർ യുകെയുടെ തെരുവുകളിലൂടെ നടന്നു. Finney was always singing the Christian songs, spiritual hymns. ചാൾസ് ഫിന്നി മനോഹരമായ ഗാനങ്ങൾ, ക്രിസ്തീയ ഗാനങ്ങൾ പാടുമായിരുന്നു. Which revived the people of England. ആ പാട്ട് ഇംഗ്ലണ്ടിലെ ജനങ്ങളെ ഉണർത്തുന്നതായിരുന്നു. And Wesley was preaching everywhere wherever he would get. ആ വെസ്ലി കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വചനത്തിന്റെ പ്രഘോഷകനായിരുന്നു. But instead of a bloodshed and revolution, the nation got revived and thousands of people came to the Lord. ആ രക്തരൂക്ഷിതമായ സാഹചര്യം ഉണ്ടാകുന്നതിന് പകരം ആയിരങ്ങൾ കർത്താവിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് ആ നിലയിൽ അനുഗ്രഹിക്കപ്പെടുന്ന വലിയ ചേഞ്ച് ആണ് അവിടെ സംഭവിച്ചത്. One mother, ഒരു മാതാവ് Susanna, invested. സൂസന്ന ആ കുഞ്ഞുങ്ങളിൽ നിക്ഷേപിച്ചതായ നിക്ഷേപം The whole nation was drawn closer to the Lord. ആ മുഴുവൻ രാജ്യത്തെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് സഹായകമായി തീരുന്നു. The world over, so many hundreds of thousands of people were led to the Lord. ആ ലോകത്തിൽ ഒരുപാട് ആളുകളെ ലോകത്തിൽ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന നിലയിലേക്ക്. One mother, ഒരു മാതാവ്, one mother, ഒരു അമ്മ. Mothers, I want to tell you that you can really impact the future generations. മാതാക്കളെ, ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയുന്നു, വരും തലമുറകളിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. Look at how Jochebed laid the foundation. ഇവിടെ യോഖേബെദ് ഏത് നിലയിലുള്ള അടിസ്ഥാനമാണ് ഇടുന്നതെന്ന് നോക്കുക. She didn't live to see all that Moses became, right? ഇവിടെ മോശ എന്തെല്ലാം ആയിത്തീർന്നെന്ന് കാണാൻ ജീവിച്ചിരുന്നില്ല. She didn't live
long enough to see who Moses became. മോശസിന്റെ ഭാവിയില് അല്ലെങ്കിൽ മോശയെ കുറിച്ച് എന്തെല്ലാം ദൈവം ചെയ്യുന്നു എന്നുള്ളത് കാണുവാൻ ഈ മാതാവിന് ഭാഗ്യമുണ്ടായില്ല. The greatest leader the world has ever seen was Moses. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായിരുന്നു, ലീഡറായിരുന്നു മോശ. Prophet, lawgiver, the person who led the Israelites from Egypt to almost to the borders of Canaan. ഈ ഈജിപ്തിൽ നിന്ന് കനാനിന്റെ അതിർത്തി വരെ ജനത്തെ നയിച്ചു കൊണ്ടുപോയെന്ന് മാത്രമല്ല, നിയമത്തിന്റെ ദാതാവായിട്ട്, അവരെ കരുതുന്നവരായിട്ട്, അവരുടെ നല്ല നേതാവായിട്ട് ഒക്കെ നാം മോശയെ കാണുകയാണ്. When Moses was doing all this, his mother was not alive, maybe. ഇത് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അമ്മ ജീവിച്ചിരിപ്പില്ല. But she saw everything by the eyes of faith. എന്നാൽ അവൾ വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഈ മോശയുടെ ഭാവിയെ കാണുകയാണ്. She was investing into their eternity. അവന്റെ ഉള്ളിൽ നിത്യതയെക്കുറിച്ചുള്ള വിത്ത് ഈ മാതാവ് പാകിയിട്ടാണ് പോയത്. I praise God for all of you mothers who see by the eyes of faith. വിശ്വാസ കണ്ണുകളോടുകൂടി കുഞ്ഞുങ്ങളിൽ നിക്ഷേപം നടത്തുന്ന എല്ലാ മാതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. Not only those who open their external eyes and see things, അവരുടെ ബാഹ്യമായ കണ്ണുകൾ തുറന്ന് കാര്യങ്ങൾ കാണുന്നു എന്നുള്ളത് അല്ല, but mothers who really see by the eyes of faith. എന്നാൽ വിശ്വാസ കണ്ണുകളോടുകൂടെ ആ കാര്യങ്ങളെ കാണുന്ന അമ്മമാർ. How many of you want to be like that? നിങ്ങൾ എത്ര പേര് ആ നിലയിലായി തീരുവാൻ ആഗ്രഹിക്കുന്നു? A very courageous mother ധൈര്യമുള്ളതായ മാതാക്കൾ, who would always try to protect her children, കുഞ്ഞുങ്ങളെ എപ്പോഴും സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന മാതാക്കൾ, hide the children from the attacks of the enemy, ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന മാതാക്കൾ, releasing the children and let them go, entrusting them to God. ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പൂർണ്ണമായി ദൈവത്തിലേക്ക് വിട്ടുകൊടുത്ത് ദൈവാശ്രയം പ്രകടിപ്പിക്കുന്ന മാതാവ്. And always seeing by the eyes of faith. എപ്പോഴും വിശ്വാസ കണ്ണുകളോടുകൂടെ കാര്യങ്ങളെ കാണുന്ന മാതാവ്. Whether mothers or fathers, അമ്മമാരോ അല്ലെങ്കിൽ അപ്പന്മാരോ, that's what we should be doing. നാം അതാണ് ചെയ്യേണ്ടത്. Let us conclude our words. ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. What do you see in your children today as you sit here? നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? Just like the worldly people, ലോകപ്രകാരമുള്ള ആളുകൾ കാണുന്നത് പോലെയാണ്? or you see by the eyes of faith, അതോ വിശ്വാസ കണ്ണുകളോടുകൂടെ നിങ്ങൾ കാര്യങ്ങളെ കാണുന്നു? seeing them standing for the Lord, അവരെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്? the hand that rocks the cradle rules the world. തൊട്ടിലാട്ടുന്ന കരങ്ങളാ അല്ലേ അവസാനം എന്തിന് കാരണമാകുന്നത്? ലോകത്തെ നിയന്ത്രിക്കാൻ. Future, eternity, impacting generations is in your hands, in your mind, in seeing by the eyes of faith. ഭാവിയെ നിയന്ത്രിക്കുന്ന, ഭാവിയെ സ്വാധീനം ചെലുത്തുന്ന തലമുറയെ നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. വിശ്വാസ കണ്ണുകളോടുകൂടെ കാണുവാൻ, അതിനെ കാണുവാൻ മാതാക്കളെ നിങ്ങൾക്ക് കഴിയണം. Your children are given into your hands as seeds, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു വിത്ത് എന്നതുപോലെ ദൈവം നിങ്ങളുടെ കയ്യിൽ നൽകിയിരിക്കുകയാണ്. to be sown for the purposes of God for the future. ഭാവിയോടുള്ള ബന്ധത്തില് ദൈവത്തിന് വേണ്ടി അവരെ വിതയ്ക്കുവാൻ നമുക്ക് കഴിയണം. Hallelujah. ആമേൻ. How many of us will make that prayer today? നമ്മൾ എത്ര പേർക്ക് ആ പ്രാർത്ഥന ചെയ്യുവാൻ കഴിയും? Motherhood takes courage. ആ ധൈര്യമുള്ളതായ മാതാവ്, Courage to love without limits, യാതൊരു പരിധിയുമില്ലാതെ സ്നേഹിക്കുന്ന മാതാവ്, to give without expecting any returns, ഒന്നും മടക്കി കിട്ടണമെന്ന് ആഗ്രഹമില്ലാതെ സ്നേഹിക്കുന്ന മാതാവ്, to pray when it feels hopeless, ആ നിരാശ തോന്നുമ്പോൾ പ്രാർത്ഥിക്കുന്ന മാതാവ്, and trust God when you can't നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന മാതാവ്. I cannot see the tomorrows, എനിക്ക് നാളെയെ കാണുവാൻ കഴിയുന്നില്ല, but I can trust Him. എന്നാൽ എനിക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയും. How many of us would say that? നമ്മൾ എത്ര പേർക്ക് അത് പറയുവാൻ കഴിയും? Hallelujah. ഹല്ലേലൂയ. Not only the mothers but the fathers also. മാതാക്കൾ മാത്രമല്ല പിതാക്കന്മാരും.
Us families, do you want to entrust our children into the hands of the Lord? ഒരു കുടുംബം എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സമർപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. You want to ask the Lord to open the eyes of faith ആ വിശ്വാസ കണ്ണുകൾ തുറന്നു കിട്ടുവാനായിട്ട് നാം പ്രാർത്ഥിക്കേണ്ടവരാണ്. and claim a future for them, നമുക്ക് അവരുടെ ഭാവിയോടുള്ള ബന്ധത്തില് അത് ക്ലെയിം ചെയ്യേണ്ടവരാണ്. for the kingdom of God. ദൈവ രാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് Do you want to pray? നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു? Commit yourself this morning. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്ന രാവിലെ സമയം? Pray to the Lord. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. Amen. Thank you. സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ലോകമെങ്ങും മാതൃദിനം കൊണ്ടാടുമ്പോൾ മാറ്റമില്ലാത്ത ദൈവവചനത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് സഭയായി ഒന്നിച്ചു കടന്നു വന്ന് ആയിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. മോശയുടെ മാതാവായ യോഖേബേദിൽ നിന്ന് നല്ല പാഠങ്ങൾ ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മാതാക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറകൾക്ക് വേണ്ടി കരുതുവാൻ, സ്നേഹിപ്പാൻ, അധ്വാനിപ്പാൻ കർത്താവ് അവർക്കിടയാക്കുന്നതിന്റെ കൂടെ തന്നെ അതിനേക്കാളൊക്കെ അപ്പുറമായി കർത്താവെ, നിസ്സഹായ അവസ്ഥയിൽ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിൽ വരുമ്പോൾ തലമുറ ആഗ്രഹിക്കുന്ന നിലയിലായി തീരുന്നില്ല എന്ന് കാണുമ്പോഴൊക്കെ ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം തലമുറയെ നിയന്ത്രിക്കുന്നു, അവരുടെ ഭാവി ദൈവം നിയന്ത്രിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ, ദൈവം എന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുമെന്നുള്ള ബോധ്യത്തോടെ യോഖേബേദിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, വിശ്വാസ കണ്ണുകളുടെ പ്രകാശനം ലഭിപ്പാൻ ഞങ്ങൾ പ്രിയ മാതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം, ഞങ്ങളുടെ ദാസനെ ഉപയോഗിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ, വിശ്വാസ കണ്ണുകളോടുകൂടെ കർത്താവെ ഞങ്ങളുടെ തലമുറയെ കാണുവാൻ, അവരുടെ ഭാവി കാണുവാൻ, കർത്താവെ അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം വിതയ്ക്കുവാൻ, അവർ ദൈവവചനത്തിൽ വളരുന്നതിനെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുവാൻ, അവരുടെ മുമ്പിൽ മാതൃകയുള്ളവരായിരിക്കാൻ മാതാപിതാക്കളായി ഞങ്ങളെയോട് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ നാമ മഹത്വത്തിനായി നിൽക്കുന്നത് കണ്ട് കർത്താവെ, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും അവരെ കുറിച്ച് കർത്താവ് എന്താഗ്രഹിക്കുന്നുവോ, അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് ഏത് നിലയിൽ അവരെ ഉപയോഗിക്കാൻ പോകുന്നുവോ എന്നുള്ളത് അങ്ങറിയുന്നത് കൊണ്ട് സ്തോത്രം കർത്താവെ.